ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ജയസൂര്യയുടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് കത്തനാർ. കത്തനാറിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്തോ തോന്നി. നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല, കോപ്പിറൈറ്റ് അടിക്കും. നേരത്തെ ഞാൻ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ വീഡിയോ കാണിക്കുന്നില്ല. കണ്ടിട്ട് എങ്ങനെ തോന്നി അതാണ് പറയുന്നത്. പിന്നെ ഈ ചാനൽ ഒന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം വീഡിയോട്ട് നമുക്ക് പോവാം. കത്തനാർ നമ്മളെല്ലാം കാത്തിരുന്ന ട്രെയിലർ മാത്രമല്ല, ഈ സിനിമയും എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ കോവിഡിന് ശേഷം ജയസൂര്യയുടെ സിനിമ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. എനിക്ക് വെള്ളവും ജോൺ ലൂതറും ആണെന്ന് തോന്നുന്നു ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് കോവിഡിന് മുമ്പേ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ്. കോവിഡിന് ശേഷം ഏകദേശം ഇപ്പോൾ 6 വർഷമായി. എനിക്കൊന്ന് 4 വർഷം പുള്ളിക്കാരനെ ഈ കത്തനാറിൻ്റെ കൂടെ ആണെന്ന് തോന്നുന്നു. ഇനി ട്രെയിലറിൻ്റെ റിയാക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ജയസൂര്യയെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ, ഒരു കണ്ടന്റ് പറഞ്ഞിട്ട് വീഡിയോട്ട് പോവാം. ജയസൂര്യ നമുക്ക് മലയാളികളുടെ അമീർ ഖാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം പുള്ളിക്കാരന് ഓരോ സിനിമയ്ക്ക് ഈ കത്തനാറിന് കൊടുത്ത ഡെഡിക്കേഷൻ, അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ എന്ന് തന്നെ പറയുന്നത്. 4 വർഷത്തോളം പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് 8 9 സിനിമകൾ റിജക്റ്റ് ആക്കി വിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി. എനിക്ക് ഇതുപോലത്തെ ആക്ടർമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മലയാളികളുടെ അമീർ ഖാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയസൂര്യയെ ആടിൻ്റെ റിവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അമീർ ഖാൻ അങ്ങനെ വലിച്ചൊരു പടം ചെയ്തില്ല. പുള്ളിക്കാരൻ സിനിമയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. അതുപോലെ വിക്രം ഉണ്ട്. സൂര്യയും അതുപോലെ ചെയ്യും. ഇപ്പം വെട്രിമാരൻ ഡയറക്ഷൻ ചെയ്യാനിരുന്ന ഒരു പടം ഉണ്ടല്ലോ സൂര്യയുടെ, അതിനകത്തും അതേപോലെ ചെയ്യാനിരുന്നേ, പക്ഷേ അത് നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഡെഡിക്കേഷൻ, എനിക്ക് ഇതേപോലെ ഡെഡിക്കേഷൻ ചെയ്യുന്ന ആക്ടർമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ആക്ടർ ആണെങ്കിൽ സപ്പോസ് ആവണം താല്പര്യമില്ല, പക്ഷേ എനിക്ക് ഇതേപോലെ ഡെഡിക്കേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഒരു വലിച്ചുവരി പടം ചെയ്യാനും എനിക്ക് ഇഷ്ടമല്ല. 2 വർഷത്തിൽ ഒരു പടം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ആദിവാസി റോൾ എടുത്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഉടനെ കയറി ആദിവാസി ഇന്ന് കഥ കേട്ടിട്ട് നാളെ കയറി അഭിനയിക്കാതിരിക്കാൻ വിജയൊക്കെ ചെയ്യുന്നതിലോട്ട്, ഒരു കഥ കേട്ടിട്ട് അടുത്ത ദിവസം തന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ, അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കഥ ആദിവാസി റോൾ ഇപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഒരു വർഷത്തോളം അല്ലെങ്കിൽ 6 മാസത്തോളം ആദിവാസികളുടെ കൂടെ പോയി അവരുടെ ഭക്ഷണ രീതി, അവരുടെ സ്വഭാവം, അവരുടെ ഭാഷ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ വന്ന് പടം ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതി. ഇപ്പം ഒരു IPS ഓഫീസറായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ IPS ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇതുപോലെ യൂണിഫോം ഇട്ട ആർക്കായാലും കയറി ആക്കാം. പക്ഷേ അതിൻ്റെ പുറകെ ഒരു IPS എന്ന് പറയുന്ന ഒരു 3 അക്ഷരത്തിൻ്റെ പുറകെ വലിയൊരു കഷ്ടപ്പാടുണ്ട്. നമ്മളത് മനസ്സിലാക്കി സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകണം. അത് പരീക്ഷ എക്സാം എഴുതണം. അങ്ങനെ ഒരു വർഷം എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പടം ചെയ്യണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതേപോലെയൊക്കെയാണ് ഇപ്പം ജയസൂര്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം കത്തനാർ ഇപ്പോൾ ആട് 3 ഇപ്പോൾ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ വന്ന് ഇത് കണ്ടിട്ട് ഇനിയാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, കത്തനാറിൻ്റെ റോജിൻ തോമസ് തന്നെ ഡയറക്ടർ, ഹോം, ഫിലിപ്സ് ആൻഡ് മല്ലി പെൻസ് ഒക്കെ ജയസൂര്യ വെച്ച് പുള്ളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾ കാത്തിരുന്ന ഒരു സംഭവം അത് കിട്ടിയിട്ടില്ല. എനിക്കായാലും കിട്ടിയിട്ടില്ല. അതിനി വാക്കുകളൊക്കെ എങ്ങനെ അറിയത്തില്ല, എനിക്കിത് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനായിരുന്നു കാത്തിരുന്നതെന്ന് തോന്നിപ്പോയി. കാരണം ഇതൊരു എഴുത്തിഞ്ഞ ഒരു ട്രെയിലറാണ് തോന്നിയത്. ഇപ്പോൾ കത്തനാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിനു മുമ്പ് നമ്മളൊരു കത്തനാരിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതിനകത്തായിരിക്കും കത്തനാർ. പിന്നെ പഴയ ഒരു സീരീസ് വന്നിട്ടുണ്ട്, കടമറ്റത്ത് കത്തനാർ. അതിനുശേഷം ഇപ്പോഴായിരിക്കും കത്തനാർ എന്ന് പറഞ്ഞ എന്തോ ഇതൊരു ക്യാരക്ടറെ കൊണ്ടുവരുന്നത്. അയാളുടെ ഒരു കഥ നമുക്ക് ഏകദേശം അറിയാം. എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബൈബിൾ പഠിക്കാൻ വന്ന ഒരു ചെറുക്കൻ ഇതേപോലെ അവരെ ഇപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കണമല്ലോ, അപ്പോൾ അതേപോലെ പഠിച്ച് അവരുടെ പശുക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ അങ്ങനെ പോയി പഠിച്ച് കത്തനായിരായി വന്ന ഒരു കഥയായിട്ട് അങ്ങോട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഉള്ളൊരു കഥയും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് ഒരു അവാർഡ് പടം പോലെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അനുഷ്കയും പ്രഭുദേവയും പിന്നെ ലാലേട്ടനൊക്കെ ഇതിനകത്ത് കാമിയൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ കാത്തിരുന്ന ഒരു സാധനം കിട്ടിയില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ടെക്നിക്കൽ വശമായാലും നമ്മൾ കാത്തിരുന്ന ഒരു സംഭവം കിട്ടിയില്ല. എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. ഇപ്പം നിങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നിയത്. എനിക്കൊരു ആവറേജ് താഴെ നിൽക്കുന്ന ട്രെയിലറായിട്ടാണ് ഈ കത്തനാർ തോന്നിയിട്ടുള്ളത്. അപ്പോൾ സിനിമ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇപ്പം ഇതേപോലെ ഇത് തന്നെ ഇപ്പോൾ സിനിമയുടെ അവസ്ഥയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 70 80 കോടിക്ക് ഇറക്കുന്ന സിനിമയാണ്. അതാകുമ്പോൾ അത് മുതലാക്കണം. ഇത് ഇപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു ട്രെയിലറിനോട് കൊണ്ടുവന്നാൽ ചിലപ്പം ഭയങ്കര ബുദ്ധി പ്രയോഗിച്ച് ഇറക്കിയതായിരിക്കാം. ചിലപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ സസ്പെൻസ് ആക്കി ഹിറ്റാക്കാൻ ഇറക്കിയതായിരിക്കാം. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.